വീണ്ടും സെലസ്റ്റിയൽ ഹാർപ്പിലൂടെ വചനധ്യാനത്തിനായി ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശിഷ്യത്വം, ക്രൂശ് വഹിക്കാനുള്ള വിളി എന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം. ഡിസൈപ്പിൾഷിപ്പ്, ദ കോൾ ടു ബിയർ ദ ക്രോസ്. അതിനാധാരമായി ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം വായിക്കുന്നു. എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഈ നല്ല കൂട്ടായ്മയ്ക്കായി തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവേ, തിരുവചന ധ്യാനത്തിനായി അവിടുത്തെ സന്നിധികൾ അടുത്ത് വരുന്നു. കർത്താവ് ദൈവമേ, ഇന്നത്തെ ആലോചന അവിടുന്ന് അടിയങ്ങളെ അറിയിക്കണമേ, അടിയനെ ശക്തീകരിക്കണം. കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമായിരിക്കാൻ സഹായിക്കണം. മാനം മഹത്വോടനെ എടുക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. അടിയങ്ങളെ പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. ആമേൻ. 2 കാര്യങ്ങൾ നാം വായിച്ച ഈ ഭാഗത്തു നിന്ന് ധ്യാനിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്ന്, ശിഷ്യത്വം ക്രൂശ് വഹിക്കാനുള്ള വിളിയാണ്. ശിഷ്യത്വം ക്രൂശ് വഹിക്കാനുള്ള വിളിയാണ്. പല നേതാക്കന്മാരും തങ്ങളെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആകർഷകമായ വാഗ്ദാനങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമാണിത്. എന്നാൽ യേശു തന്നെ അനുഗമിക്കുന്നവർക്ക് നൽകുന്ന വാഗ്ദാനം ക്രൂശാണ് എന്നത് വളരെ പ്രത്യേകം നിറഞ്ഞ ഒന്നാണ്. യേശുവിനെ അനുഗമിക്കുന്ന പ്രക്രിയയിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെയും സഹനങ്ങളെയുമാണ് ക്രൂശ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരിക്കൽ യേശുവിനെ അനുഗമിക്കുവാൻ തയ്യാറായി ഒരു മനുഷ്യൻ യേശുവിനെ സമീപിച്ച് ഇപ്രകാരം പറഞ്ഞു: ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. യേശു അവനോട് പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്. കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പർവ്വജാതിക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്ക്കുവാൻ ഇടമില്ല. ഇതിലൂടെ യേശു വ്യക്തമാക്കിയത്, നീ എന്നെ അനുഗമിക്കുന്നതിലൂടെ സുഖകരമായ ഒരു ജീവിതമാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അത് എൻ്റെ മാർഗമല്ല എന്നതാണ്. യേശുവിൻ്റെ ജീവിതത്തെ മാതൃകയാക്കുന്ന ഒരു യഥാർത്ഥ ശിഷ്യന് എപ്പോഴും സഹനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കേണ്ടി വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ബോൺഹോഫർ എന്ന ദൈവഭക്തനായ മനുഷ്യൻ ഇപ്രകാരം പറയുകയുണ്ടായി: When Jesus calls a man, he calls him to die. യേശു ഒരുവനെ വിളിക്കുന്നത് തനിക്ക് വേണ്ടി മരിക്കുവാനാണ്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹം പ്രാവർത്തികമാക്കിയതായി കാണുവാൻ കഴിയും. ഏകാധിപതിയായിരുന്ന ഹിറ്റ്ലറിൻ്റെ ചെയ്തികൾക്കെതിരെ ബോൺഹോഫർ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഹിറ്റ്ലറിൻ്റെ പട്ടാളക്കാർ ബോൺഹോഫറെ തടവിലാക്കി. അവിടെയും അദ്ദേഹം യേശുവിൻ്റെ പാതയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി ബോൺഹോഫർ രക്തസാക്ഷിയായി തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു തൻ്റെ ശിഷ്യരായ ഒരാളെ വിളിക്കുന്നത് തനിക്ക് വേണ്ടി സഹനം ഏറ്റെടുക്കുവാനാണ്, തനിക്ക് വേണ്ടി ക്രൂശ് എടുക്കുവാനാണ്. ഇതിന് നാം തയ്യാറാണോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. രണ്ടാമതായി ഇവിടെ പറയുന്നത് ശിഷ്യത്വം തന്നെത്താൻ ത്യജിക്കുവാനുള്ള ആഹ്വാനമാണ്. നാം ഇപ്രകാരമാണ് വായിച്ചത്: ഒരുത്തൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. യേശുവിൻ്റെ ശിഷ്യനായി തീരുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയത്തെ ത്യജിക്കണമെന്ന വളരെ വിഷമകരമായ പ്രക്രിയയ്ക്ക് വിധേയനാകേണ്ടതാണ്. ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളും ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്നത് സ്വയത്തെ പുഷ്ടിപ്പെടുത്തുവാനാണ്. അതിൻ്റെ പരിണിതഫലമാണ് ഇന്ന് ലോകം അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകളും കെടുതികളും. അനേക ആളുകളെ ദുരന്തത്തിലേക്കും കഷ്ടതകളിലേക്കും തള്ളിവിടുന്നത് മനുഷ്യൻ്റെ സ്വയത്തിനു വേണ്ടിയുള്ള തത്രപ്പാടുകളാണ്.
അത് രാജ്യങ്ങളും വ്യക്തികളും സമൂഹങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒന്നാം പാഠമായി വായിച്ച ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദാനിയേലിൻ്റെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു. അതിൽ ദാനിയേൽ സ്വന്തം നിലനിൽപ്പിനെ പരിഗണിക്കുന്നതേയില്ല. ദാര്യാവേശ് രാജാവിനെ ആരാധിക്കണമെന്നുള്ള കൽപ്പന ലംഘിക്കുന്നവരെ സിംഹത്തിൻ്റെ ഗുഹയിൽ ഇട്ടുകളയുമെന്ന മരണശിക്ഷ പോലും അവൻ അവഗണിച്ച് ഏകസത്യ ദൈവത്തെ ആരാധിക്കുവാൻ അവൻ തീരുമാനം എടുക്കുന്നു. യഥാർത്ഥ ദൈവിക മാർഗത്തിനു വേണ്ടി സ്വന്തം ജീവനെ ത്യജിക്കുവാനുള്ള വിളി ദാനിയേൽ ഏറ്റെടുക്കുന്നു. അതിൻ്റെ ഫലമായി അവനെ സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് വലിച്ചെറിയുന്നതായി നാം കാണുന്നു. അവിടെ ദൈവം അവനെ രക്ഷിക്കുന്നു എന്നത് ഈ സംഭവത്തിൻ്റെ മറുപുറമാണ്. എന്നാൽ ദൈവവിശ്വാസത്തിന് വേണ്ടി സ്വന്തം ജീവനെ വരെ ത്യജിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം. ഈ ഒരു ചോദ്യത്തിന് മുമ്പിൽ നമ്മൾ പതറിപ്പോയാൽ നമ്മുടെ ശിഷ്യത്വം വേണ്ടത്ര വളർന്നിട്ടില്ല എന്നുള്ളതിന് സംശയമില്ല. പ്രിയപ്പെട്ടവരെ, സ്വയത്തെ ത്യജിക്കുന്നതിന് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ക്രിസ്തു ശിഷ്യൻ്റെ ശുശ്രൂഷകൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. 2 കാര്യങ്ങളാണ് നമ്മൾ ധ്യാനിച്ചത്. 1, ശിഷ്യത്വം ക്രൂശ് വഹിക്കാനുള്ള വിളിയാണ്. 2, ശിഷ്യത്വം തന്നെത്താൻ ത്യജിക്കാനുള്ള വിളിയാണ്. ഒരു പാട്ടിൻ്റെ ഏതാനും വരികൾ പാടി ഈ ധ്യാനം അവസാനിപ്പിക്കാം. പിന്നാലെ വരിക കുരിശെടുത്തൻ, പിന്നാലെ നീ വരിക, നിന്നെ വെറുത്തൻ പിന്നാലെ നീ വരിക. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.